പഴശ്ശി ഡാമിലെ ജലനിയന്ത്രണത്തിലെ അപാകത കാരണം കാഞ്ഞിരങ്കേരി മുതൽ വെളിയമ്പ്ര കക്കുത്തിയാൽ ഭാഗം വരെയുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഒഴിവാക്കി ശാശ്വത പരിഹാരം കാണണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമിതി ഇറിഗേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 2018 ശേഷം എല്ലാ വർഷവും ഈ പ്രദേശത്തുകാർക്ക് ദുരിതമാണ്. വീടുകളിൽ വെള്ളം കയറി വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ നഷ്ടമാകുന്ന സ്ഥിതി. ഡാമിന്റെ ഷട്ടർ ജൂൺ മാസം മുതൽ മുഴുവനായും തുറക്കുകയും കുടിവെള്ളത്തിനാവശ്യമായ വെള്ളത്തിന്റെ സംഭരണിക്ക് ഭീഷണിയായ ചെളികൾ എല്ലാ വർഷവും നീക്കം ചെയ്യുകയും ചെയ്താൽ പ്രളയ ഭീഷണി അകലുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ കഴിഞ്ഞ വർഷം ദുരിതമുണ്ടായപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് അവരോട് കർശന കാര്യങ്ങൾ പറഞ്ഞു. അന്ന് തന്നെ കളക്ടർക്കടക്കം പരാതി കൊടുക്കുകയുണ്ടായി. പക്ഷേ കളക്ടർക്ക് കൊടുത്ത ആ ലെറ്ററിന് കിട്ടിയ മറുപടി നമ്മുടെ അനാസ്ഥ കൊണ്ടല്ല ആ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണമെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 2012 ഇപ്പം അടുത്ത കാലം ഏറ്റവും കൂടുതൽ നമ്മുടെ നാടുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒരു നാടൊട്ടാകെ ഇരട്ടി ടൗൺ അടക്കം മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ആരുടെ അനാസ്ഥ കൊണ്ടാണ്? അന്നുണ്ടായിരുന്ന അടക്കമുള്ള ആളുകൾ അവരുടെ വീട്ടിൽ പോയി സുഖവാസം അനുഭവിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ ദുരിതമുണ്ടായത്. അതിനുശേഷം 2018 മുതൽ ഇങ്ങോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും നമ്മുടെ പ്രദേശത്തെ 40ഓളം വീടുകളിൽ വെള്ളം കയറുകയും അവരെങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ അവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും എന്തു ചെയ്യണമെന്നറിയാതെ അവർ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ് 6-7 വർഷമായിട്ടുണ്ടായിട്ടുള്ളത്. പി ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ നദീറ അമേരി അധ്യക്ഷയായി. സിനാൻ, VM ഇബ്രാഹിം, KV അബ്ദുള്ള, KV അബ്ദുറഹ്മാൻ, തങ്കമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏജനറ്റ് ന്യൂസ്.